ആവശ്യപ്പെട്ടതിനാൽ ഡെൻ റൂം പൂട്ടിയിരിക്കുന്നു. ഗുഡ് ലക്ക് ബിഗ് ബോസ്. പവർ റൂമിന്റെ അധികാരം ഉപയോഗിച്ച് പവർ റൂം ഡെൻ റൂം പൂട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസിനോട് പലതവണ അവർ പറഞ്ഞു നോക്കി പൂട്ടു എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ബിഗ് ബോസ് അവിടുന്ന് റിയാക്ഷൻ ഒന്നും കണ്ടില്ല. പിന്നീട് ഇവരുടെ ചെങ്കോലും കിരീടമൊക്കെ വെച്ചുകൊണ്ടും കുറെ പറഞ്ഞു നോക്കി, അപ്പോഴൊന്നും കണ്ടില്ല. അപ്പൊ അതൊന്നും നടക്കില്ലായിരിക്കും എന്ന് പറഞ്ഞു ഇവരിയ്ക്കായിരുന്നു. അങ്ങനെയാണ് സിബിൻ അവിടെ നിന്നിട്ട് പവർ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുക, പവർ റൂമിന്റെ അധികാരം ഉപയോഗിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞപ്പോ പവർ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തു. ലോക്കായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ വീണ്ടും പറയാണ് പവർ റൂമിന്റെ ഡോറ് ലോക്ക് കളയുക എന്ന് പറഞ്ഞ സമയത്ത് ലോക്ക് കളഞ്ഞു. അപ്പൊ മനസ്സിലായി എന്തായാലും ഇത് ക്ലിക്കായി വർക്കായി എന്നുള്ള കാര്യം. അതിനു മുമ്പ് തന്നെ ഡെൻ റൂം ബിഗ് ബോസ് പൂട്ടിയിരുന്നു. എന്തായാലും ബിഗ് ബോസിന്റെ ഡെൻ റൂം പൂട്ടിയതിൽ ജാസ്മിനും കൂടി പെട്ടിട്ടുണ്ട്. ജാസ്മിനും അതിന്റെ ഉള്ളിലാണ്. അപ്പൊ ജാസ്മിന്റെ ഗ്രൂപ്പിനോട് ഇപ്പോൾ പവർ റൂം പറഞ്ഞിട്ടുള്ളത്, ജാസ്മിൻ ഇല്ലാതെ നിങ്ങളുടെ സ്കിറ്റ് പ്രാക്ടീസ് ചെയ്തോളൂ, ഞങ്ങൾ പറയാതെ ഇനി ആ റൂം തുറക്കില്ല, അവർക്ക് സ്കിറ്റ് കളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ജാസ്മിൻ ഇല്ലാതെ നിങ്ങളുടെ സ്കിറ്റ് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. എന്തായാലും ഞങ്ങൾ ഇങ്ങനെയാണ് ഗെയിം പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇതാണ് പവർ റൂമിന്റെ പവർ എന്നാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള പവർ ടീം അംഗങ്ങൾ ആരും തന്നെ കളിക്കാത്ത ഒരു ഗെയിമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇവർ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇന്നേ വരെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് പവർ റൂമിലുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു. എന്തായാലും സിബിന്റെ പ്ലാൻ പ്രകാരം ഇവിടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡെൻ റൂം പവർ റൂം പൂട്ടി.